ഒന്നാമത് എഫെസോസ് സഭ. ഇതിൻ്റെ കാലഘട്ടം AD 53 മുതൽ 170 വരെ. ഈ സമയത്ത് സ്വർഗം ഉപയോഗിച്ച തൻ്റെ ആത്മാവിനാൽ ഉപയോഗിച്ച ഒരു മനുഷ്യനാണ് പൗലോസ് അപ്പോസ്തലൻ. ആ സഭയുടെ ദൂതനായിട്ട്, അല്ലെ ഒരു പ്രധാന പ്രതിനിധിയായിട്ട് ദൈവം ഉപയോഗിച്ച വ്യക്തിയാണ് പൗലോസ് അപ്പോസ്തലൻ. ഈ പൗലോസ് അപ്പോസ്തലനെ ദൈവം ഉപയോഗിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെയും ദൈവം ഉപയോഗിക്കുമ്പോൾ തന്നെ ആ സഭയ്ക്കകത്ത് യേശുക്രിസ്തു പറഞ്ഞു, മത്തായി 24 പറഞ്ഞതുപോലെ കള്ളക്രിസ്തുക്കൾ കള്ളപ്രവാചകന്മാരും അവർ ചിലർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെടും, ചിലർ പുറത്തു നിന്ന് അകത്തേക്ക് വരും. നോക്കൂ, അന്ന് ആ സഭയിൽ തന്നെ ഉണ്ടായിരുന്നു. മുദ്രകൾ തുറന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, ഒന്നാമത്തെ സഭയുടെ ദൂതനായി പൗലോസ് അപ്പോസ്തലനെ കർത്താവ് നിയമിച്ച് അപ്പോസ്തലന്മാരിലൂടെയും ദൈവവചനം പഠിപ്പിച്ചു കൊണ്ട് പോകുമ്പോൾ തന്നെ ഒന്നാമത്തെ കുതിരപ്പുറത്തുള്ള സവാരിക്കാരൻ അവിടെ ഉണ്ട്. അവൻ വന്നു കഴിഞ്ഞു. ആ കുതിര സവാരിക്കാരൻ വന്ന് സംസാരിക്കുന്നത് അപ്പോസ്തലന്മാർ പറയുന്നതിന് വിപരീതമായിരിക്കും. സ്തോത്രം. ഇനി ഒന്നാമത്തെ സഭ, ആ സഭയുടെ വചനം വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോൾ തന്നെ ആ ഒന്നാമത്തെ സഭാകാലത്തിൽ ഈ ദൈവവചനത്തെ എതിർക്കുന്നതിന് വേണ്ടി പിശാച് വെള്ളക്കുതിരപ്പുറത്ത് വന്ന് ഒരു പ്രതിനിധിയെ ആക്കി. ഒരു പ്രതിനിധി മീൻസ് അദ്ദേഹം ഒരു ലീഡറായിട്ട് അല്ലെങ്കിൽ സഭാ പുരോഹിതനോ മൂപ്പന്മാരോ ആയിട്ട് മറ്റനേകരിലൂടെ പഠിപ്പിക്കുന്നത്. അത് വെളിപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം 1-2 വാക്യമാണ്. ഒന്നാം സഭാകാലത്ത് തന്നെ, അതായത് പൗലോസ് അപ്പോസ്തലൻ വന്ന് സുവിശേഷം അറിയിക്കുന്ന കാലത്ത് തന്നെ ഒന്നാം കുതിര സവാരിക്കാരനായ എതിർ ക്രിസ്തു അവിടെ ഉണ്ടായിരുന്നു. അവൻ സംസാരിച്ചതാണ് അപ്പോസ്തലപ്രവൃത്തി 4:12 പത്രോസിലൂടെ കർത്താവ് പറഞ്ഞു, സ്വർഗത്തിന് താഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതാണ് സ്വർഗത്തിൻ്റെ ഇഷ്ടം, ഒരേ ഒരു നാമം. ഇത് പറഞ്ഞ് ദൈവസഭയെ ഒരുക്കിക്കൊണ്ടുവരുമ്പോൾ ആ സഭയ്ക്കകത്ത് തന്നെ പിശാച് ഉപയോഗിക്കുന്ന ദൈവദാസന്മാർ എന്നറിയപ്പെടുന്ന പിശാചിൻ്റെ അനുകാരികളുണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 4-ാമത്തെ അധ്യായം 17-18 വാക്യം വായിച്ചു നോക്കുക. അവർ അവിടെ ഈ കർത്താവ് യേശുക്രിസ്തു നാമം അശേഷം മിണ്ടരുതെന്നും ഈ നാമം ആരോടും ഈ നാമത്തിൽ ആരോടും ഉപദേശിക്കരുത് എന്ന് പറയാൻ വേണ്ടി സാത്താൻ ഉപയോഗിച്ചത് ആ കാലത്തെ പുരോഹിതനെയും മഹാപുരോഹിതന്മാരെയും, ശാസ്ത്രിമാർ, പരീശന്മാർ, സന്നിധി സംഘം. നോക്കൂ സാത്താൻ്റെ തന്ത്രം. ഇങ്ങനെ തെറ്റിച്ചിരിക്കുന്നു എന്ന് ഓരോ കാലത്തും ആരും അറിയരുത് എന്ന സാത്താൻ്റെ ഇഷ്ടപ്രകാരമാണ് സാത്താൻ ആദ്യമേ ബൈബിൾ കോളേജ് വഴിയായി പഠിപ്പിച്ചത്. മുദ്രകളൊന്നും തുറന്നിട്ടില്ല. ഇതെല്ലാം മഹോദരകാലത്താണ്. ഇത് ബുദ്ധിയിൽ പഠിക്കുന്ന ദേവദാസന്മാർ ലോകത്തേക്ക് ഇറങ്ങി അവരും തെറ്റായി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ വാസ്തവമായത് പറഞ്ഞു കൊടുക്കുമ്പോഴോ ഞങ്ങൾ പിശാചും അവർ ദൈവത്തിൻ്റെ മക്കളുമായും. ഇതെല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ സഭയുടെ ഏജ് AD 53 മുതൽ 170 വരെ, അതായത് 117 വർഷം. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായം മുതൽ കർത്താവ് നിയമിച്ചാക്കിയ അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവിനാൽ കർത്താവ് തന്നെ സംസാരിച്ചു കൊണ്ട് ഒരു പുതിയ നിയമസഭയ്ക്ക് തുടക്കമായി. മാത്രവുമല്ല, മുൻകാലങ്ങളിൽ അതത് കാലത്തിൻ്റെ വചനവുമായി വഴി നടത്താൻ വന്നവരെയും തള്ളിക്കളഞ്ഞതിനാൽ അന്ന് അവർക്കുണ്ടായ ശാപവും ദുരനുഭവവും കൂടെ പുതിയ നിയമസഭയിൽ എഴുതി വച്ചിട്ടുണ്ട്. അതായത് പഴയ നിയമകാലത്ത് ദൈവം നിയമിച്ചാക്കിയ എളിമയുള്ള മനുഷ്യർ, നോക്കൂ, അവർ കാണാൻ പ്രൗഢിയുള്ളതായിരിക്കില്ല. ഒരു സാധാരണയിലും സാധാരണ ദൈവം എങ്ങനെ വന്നത്, ഏറ്റവും എളിമയിൽ വന്നതുപോലെ ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യരും ഏറ്റവും എളിമയുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവരെ തള്ളിക്കളഞ്ഞ കാര്യവും പുതിയ നിയമസഭയിൽ പറഞ്ഞു. അത് എബ്രായ ലേഖനം 3-4 അധ്യായം വായിച്ചു നോക്കുക. അവർ സദ്വർത്താനം കേട്ടതുപോലെ നാം ഒരു സദ്വർത്താനം കേട്ടിരിക്കുന്നു. അവർ മത്സരഗ്രഹങ്ങളായതുപോലെ നാം മത്സരഗ്രഹങ്ങളാകരുത്. അപ്പോൾ അങ്ങനെ ആകരുതെന്ന് പറഞ്ഞ് നമുക്കൊരു മാതൃക തന്നിരിക്കുന്നു. അപ്പോൾ ദൈവസഭ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ അപ്പോസ്തലന്മാരിലൂടെ ദൈവം ഒരു സഭ നടത്തി പൂർത്തിയാക്കി ബൈബിളാക്കി പ്രിൻ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ അതിനെ വേർതിരിച്ച് കൊണ്ടുപോകുന്നു. സ്തോത്രം. മാത്രമല്ല, ഇനിയുള്ള സഭാകാലങ്ങളിൽ സാത്താൻ എങ്ങനെയാണ് സഭയിൽ കടക്കുന്നതെന്നും ജനത്തെ വഴിതെറ്റിക്കുന്നതെന്നും ആ സമയത്ത് ദൈവം തന്നെ തൻ്റെ ദൂതന്മാരെ അയച്ചിട്ട് ആ സഭയിൽ തെറ്റിപ്പോയ ജനത്തെ യഥാസ്ഥാനത്താക്കുന്ന ചരിത്രവും ഉൾപ്പെടെ എഴുതിയാണ് നമുക്ക് ബൈബിളായി തന്നിരിക്കുന്നത്. അപ്പോൾ ബൈബിൾ കോളേജ് സാത്താൻ എന്ന് പറഞ്ഞാൽ പിശാച് ഈ വക കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ബൈബിൾ കോളേജ് വഴിയെ പഠിപ്പിച്ചിരിക്കുമ്പോൾ ഇതാരും ഗ്രഹിക്കില്ല. നോക്കൂ, കർത്താവ് നിറഞ്ഞു നിന്നിരുന്ന ക്രിസ്തുവിൻ്റെ വെളിപ്പാടിന്മേൽ അടിസ്ഥാനമിട്ട് തുടങ്ങിയ ഒന്നാമത്തെ എഫെസോസ് സഭയും അവരുടെ വിശ്വാസവും
യേശു ക്രിസ്തുവിൻ്റെ ഉപദേശവും അതിന്മേലുള്ള സ്നാനവും ഇന്നത്തെ സകല സംഘടനാ സഭകളും, അതായത് നാമധേയ ക്രിസ്ത്യാനികൾ നിഷ്ഠൂരം തള്ളിക്കളഞ്ഞിരിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ പോകുന്ന പ്രയോജനം ഞാൻ പോയ ശേഷം പരിശുദ്ധാത്മാവിനെ അയക്കും. അവൻ വന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കേൾക്കണം. അവനെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, എന്നെ കേൾക്കുന്നവൻ എന്നെ അയച്ചനെ കേൾക്കുന്നു. അപ്പം അപ്പോസ്തലന്മാരെ കേട്ടാൽ മതി യേശുവിനെ കേട്ടതിന് തുല്യം. കാര്യം അപ്പോസ്തലന്മാർക്ക് പറയാനുള്ളത് യേശുവിന് പറയാനുള്ളതിൻ്റെ ബാക്കിയാണെന്ന് നമ്മൾ ഇടയ്ക്ക് ഒരു വിഷയത്തിലെടുത്തു. അപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞത് വേണ്ട, ഞങ്ങൾക്ക് യേശു പറഞ്ഞതെന്ന് പറഞ്ഞു പോകാൻ വാസ്തവമായി അവർക്ക് യേശുവിനെ അറിയില്ല. യേശു ആരാന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ യേശു അയച്ച അപ്പോസ്തലന്മാരെയും അറിയുമായിരുന്നു. അന്ന് യേശു എന്താ പറഞ്ഞത്? വാസ്തവമായി നിങ്ങൾ മോശയെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ അറിയുമായിരുന്നു. കാര്യം മോശ പറഞ്ഞത് എന്നെക്കുറിച്ചാണ്. സഹോദരം, നോക്കൂ, ഒന്നാമത്തെ സഭയിൽ ആ സഭ തുടങ്ങുന്നത്, പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് വരികയാണ്. ഒന്നാമത്തെ സഭ തുടങ്ങുന്നത് ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണ്. യേശു അപ്പോസ്തലന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? നീ ക്രിസ്തു. അപ്പോൾ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാണ്. അപ്പോൾ പുതിയ നിയമസഭ തുടങ്ങുന്നത് തന്നെ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൻ്റെ മേലാണ്. ആ അടിസ്ഥാനത്തിൻ്റെ മേൽ തുടങ്ങിയ ആ സഭയ്ക്കകത്ത് നീതീകരണം ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാരിലൂടെ പറഞ്ഞ വചനം അപ്പോസ്തലപ്രവൃത്തി 2:38, ഓരോരുത്തർ മാനസാന്തരപ്പെട്ട് തങ്ങളുടെ അപ്പോൾ പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെടുമ്പോൾ അവർ നീതീകരിക്കപ്പെടുന്നവരായി. തിരിച്ച് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനോട് നാമത്തിൽ സ്നാനമേൽക്കുമ്പോൾ അവർ പാപം മോചിക്കപ്പെട്ടവരായി കണക്കാക്കുന്നു. അങ്ങനെ ഒന്നാമത്തെ എഫെസസ് സഭയ്ക്കകത്ത് വെളിപ്പാടിനാൽ തുടങ്ങിയ സഭ, ക്രിസ്തു എന്ന മൂലക്കൽ, വെളിപ്പാടിൽ തുടങ്ങിയ സഭ. അവിടെ വെളിപ്പാടുണ്ടായിരുന്നു, നീതീകരണം ഉണ്ടായിരുന്നു, വിശുദ്ധീകരണം ഉണ്ടായിരുന്നു, പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ സഭയ്ക്കകത്ത് നീതീകരണം, വിശുദ്ധീകരണം, പരിശുദ്ധാത്മാഭിഷേകം, വെളിപ്പാട്, ഈ 4 കാര്യങ്ങളോട് കൂടിയാണ് ദൈവം തൻ്റെ സഭയെ പടുത്തുയർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ തന്നെ സഭയ്ക്കകത്ത് നിന്ന് പുരോഹിതന്മാരെ പിശാച് ഉപയോഗിച്ചിട്ട് ആ വചനത്തിന് വിരുദ്ധമായി സംസാരിച്ചു. അപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 4-ാമത്തെ അധ്യായത്തിൽ നോക്കൂ, ഈ വചനവിരുദ്ധമായി പറയുന്ന ഇവർ പറഞ്ഞത് കേട്ടുകൊണ്ട് അപ്പോസ്തലന്മാർ ഇരുന്നില്ല. അവരെന്ത് ചെയ്തു? അവിടെ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. 4:30, നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടു കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യമോടെ പ്രസ്താവിച്ചു എന്ന. അല്ലാതെ ഇന്നത്തെ പുരോഹിതന്മാരിലൂടെ പിശാച് പഠിപ്പിച്ചു വിടുന്നു, കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടരുത്, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ചെയ്യുവിൻ എന്ന വചനം. അതൊന്നും വേണ്ട, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന കുറേ പുരോഹിത വർഗം. അവർ പറയുമ്പോൾ അത് കേട്ട് അനുസരിച്ച് പോകുന്ന കുറേ അനുയായികളും. എന്നാൽ അന്നത്തെ അപ്പോസ്തലന്മാരോ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പറഞ്ഞിട്ട് പോലും അവർ അത് കേട്ടില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവർ ഇരുന്ന സ്ഥലം കുലുങ്ങുമാറ് ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് കർത്താവിൻ്റെ നാമം അവർ ശക്തിയോടെ പ്രഘോഷിച്ചു. ഇങ്ങനെ ബൈബിൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ നീതീകരണം, വിശുദ്ധീകരണം, പരിശുദ്ധാത്മാഭിഷേകത്തോടു കൂടി തുടങ്ങിയ ആ സഭയിൽ ഒന്നാമത്തെ കുതിരപ്പുറത്ത് വന്ന, ആ വെള്ള വസ്ത്രം ധരിച്ചു വന്ന അവൻ യേശു ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് സഭയ്ക്കകത്ത്, അതായത് ഞാനാണ് വഴിനടത്തൽക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് സഭയെ വഴി നടത്തിയപ്പോൾ അവനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവ് ഓരോ വ്യക്തികളെ എഴുന്നേൽപ്പിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഈ സഭാ ദൂതന്മാർ എന്ന് പറഞ്ഞാൽ, ദൂതൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഏഞ്ചലാണ്. വെളിപ്പാട് പുസ്തകം ദൈവത്തിൻ്റെ വലത് കൈയിലെ 7 നക്ഷത്രം, 7 നക്ഷത്രങ്ങൾ 7 സഭയുടെ ദൂതന്മാരാകുന്നു. ഈ ഏഞ്ചൽ, ആ മാലാഖ, ദൈവത്തിൻ്റെ വലത് കൈ എന്ന് വെച്ചാൽ വലത് കൈ എന്ന് പറയുന്നത് അധികാരം, ദൈവത്തിൻ്റെ അധികാരത്തിലുള്ള ആ ആത്മാവ്. ഓരോ കാലത്തേക്കും ആ ഏഞ്ചൽ വന്ന് വസിച്ചുകൊണ്ട് ദൈവജനത്തെ വഴി നടത്തുന്നതിന് ദൈവം ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കും. ആ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ദൈവം ഈ ഏഞ്ചലിനെ അയക്കും. ഈ ഏഞ്ചൽ വന്നിട്ടാണ് ഇദ്ദേഹത്തിലൂടെ സംസാരിക്കുന്നത്. അപ്പോൾ ഓരോ കാലത്തെയും ജനം എന്തറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അത് ഏഞ്ചൽ മുഖാന്തരം ദൈവം ഓരോ കാലത്തിലും സംസാരിക്കും. അപ്പോൾ കേട്ട് വിശ്വസിക്കുന്നവർ ആണ് ആ കാലത്തിൻ്റെ ക്രിസ്തുവിൻ്റെ മണവാട്ടി. എപ്പോഴും നിഷേധിക്കുന്നവരായിരിക്കും കൂടുതൽ. സ്തോത്രം. ഇതെപ്പോഴാണ് മനസ്സിലായെന്ന് നോക്കൂ, മുദ്ര തുറന്നപ്പോഴാണ്. മുദ്രകളൊന്നും തുറന്നില്ല എന്ന ഈ പൈശാചിക സഭ, അതെ അങ്ങനെ തന്നെയാണ്. ഈ സഭകൾ മുഴുവൻ പഠിപ്പിക്കുന്നത് മുദ്രകളൊന്നും തുറന്നിട്ടില്ലെന്നാണ്. എന്നാൽ മുദ്രകൾ തുറന്നപ്പോഴാണ് മനസ്സിലായത്, ഈ അപ്പോസ്തലപ്രവൃത്തി 4:12 യേശുക്രിസ്തു നാമം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ 4:17 പറഞ്ഞത് ഈ കുതിരപ്പുറത്ത് വന്ന വെള്ള വസ്ത്രധാരിയായ എതിർ ക്രിസ്തുവാണ് ആ സഭയുടെ പ്രതിനിധിയായി സാത്താൻ ഉപയോഗിച്ചത് എന്ന് ഇപ്പോൾ മുദ്ര തുറന്നപ്പോഴാണ് മനസ്സിലായത്.
അല്ല, ചിലപ്പോൾ നിങ്ങൾ പറയല്ല അത് ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നാമം ചെയ്യുമായിരുന്നു. എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ തന്നെ ചെയ്യണമെന്നാണ് കൊലോസ്യർ 3:17. ഓക്കെ, അപ്പോൾ ദൈവം ഈ എതിർ ക്രിസ്തുവിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യനെ എടുക്കുകയും അദ്ദേഹത്തിലേക്ക് ദൈവത്തിൻ്റെ ഏഞ്ചൽ വന്ന് ആ എതിർ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെ എതിർക്കുകയും ചെയ്യുന്നു. ഓക്കെ, നോക്ക്, നിക്കോലേവ്യ എന്ന വാക്കിൻ്റെ അർത്ഥം സഭയെ പിടിച്ചെടുക്കുക എന്നാണ്. ഒന്നാമത്തെ സഭയിൽ, അതായത് എഫെസസ് സഭയിൽ തന്നെ ദൈവവചനം ദൈവം അപ്പോസ്തലന്മാരോട് സംസാരിക്കുമ്പോൾ അതിനെ മുഴുവനായി പിടിച്ചെടുക്കുക. അതങ്ങനെ അല്ല എന്ന് പറയുവാൻ തക്കവണ്ണം അതിനകത്ത് കുറച്ചുപേരുണ്ടായിരുന്നു, പുരോഹിത വർഗം. അവിടെ വെളിപ്പാടിൽ കർത്താവ് പറയുന്നത് എന്താ? നിക്കോലേവ്യരുടെ ഉപദേശം പകയ്ക്കുന്നു എന്നൊരു നന്മ ഞാൻ നിന്നിൽ കാണുന്നു, അത് ഞാനും പകയ്ക്കുന്നു. അപ്പം നിക്കോലേവ്യ എന്ന് വെച്ചാൽ സഭയെ പിടിച്ചെടുക്കുക. ഇന്നതിനെ നിക്ക കൗൺസിലാക്കി തീർത്തു, നിക്കോലേവ്യരുടെ ഉപദേശം. അപ്പോൾ ഈ ഉപദേശവുമായി നിന്നിരുന്നവരെ മുഴുവനും ദൈവം അന്ന് വെറുത്തിരുന്നു, ഇന്നും വെറുക്കുന്നു, സഭയ്ക്കകത്ത് തന്നെ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സഭയ്ക്കകത്ത് നീതീകരണം, വിശുദ്ധീകരണം, പരിശുദ്ധാത്മാഭിഷേകം, വെളിപ്പാട്, ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ദൈവം തുടങ്ങിയ സഭയെ, ഈ സഭയ്ക്കകത്തുള്ള പുരോഹിതന്മാരിലൂടെ തന്നെ സാത്താൻ സകലതിനെയും തകിടം മറിച്ചു. ഈ തകിടം മറിച്ചതിനെ ദൈവം പിന്നത്തേതിൽ പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഓരോ കാലഘട്ടം, ഒരു സഭയേ ഉള്ളൂ, ഈ സഭ 7 കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 7 ടൈപ്പ് സ്വഭാവമായിരിക്കും.